കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ നാട്ടിലേതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്. 0484-2830-510 എന്ന ഫോൺ നമ്പറിൽ നേരിട്ട് വിളിച്ച് ആ വിഷയം അറിയിക്കാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ അത് ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ആ ദൃശ്യങ്ങൾ അയക്കാം. 6235968937 ഈ നമ്പർ വഴി വാട്സാപ്പിലൂടെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ ആ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരി എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കാണാതായി 32 മണിക്കൂർ പിന്നിടുമ്പോൾ പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. തസ്മിത് ചെന്നൈയിലേക്ക് പോയിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അസമിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനിൽ സഞ്ചരിച്ചതാണ് പെൺകുട്ടിക്ക് ആകെയുള്ള ഒരു യാത്രാ പരിചയം എന്നത്. അങ്ങനെയുള്ള പെൺകുട്ടി എങ്ങോട്ടാകും തനിച്ച് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാകുക എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. പെൺകുട്ടിയെ കാണാതായത് മുതൽ ഇപ്പോഴത്തെ തിരച്ചിൽ വരെയുള്ള വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കന്യാകുമാരിയിലും സമീപ സ്ഥലങ്ങളിലും രാവിലെ മുതൽ തെരച്ചിൽ. കഴക്കൂട്ടത്തെ വീട്ടിൽ ഇന്നലെ രാവിലെ സഹോദരിയുമായി തസ്മിത് വഴക്കിട്ടിരുന്നു. ഇരുവരെയും വഴക്കു പറഞ്ഞെന്നും സഹോദരിയെയും കൂട്ടി ജോലിക്ക് പോയെന്നും മാതാവ് ഫർവിൻ പറയുന്നുണ്ട്. രാവിലെ 9:30യോടെയാണ് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത്. കഴക്കൂട്ടത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ അക്കാര്യം വ്യക്തവുമാണ്. പെൺകുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങളിൽ 9:45 സമയം. ബസ്സിൽ കയറി തസ്മിത് തമ്പാനൂരിലെത്തുന്നത് ഏതാണ്ട് 11 മണിക്കായിരുന്നു. 12:15 ട്രെയിനിൽ ആയിരിക്കണം പെൺകുട്ടി യാത്ര തുടങ്ങിയിട്ടുണ്ടാവുക. അവൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് മാതാവ് മകളെ കാണാനില്ലെന്നറിയുന്നത്. ഉച്ചഭക്ഷണത്തിനായി വീട്ടിലെത്തിയപ്പോൾ തസ്മിത് അവിടെ ഉണ്ടായിരുന്നില്ല. മകളെ കാണാതെ മാതാവ് നെഞ്ചുനീറുമ്പോൾ തസ്മിത്തും ട്രെയിനിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ കരച്ചിൽ കണ്ടാണ് തസ്മിത്തിന്റെ അടുത്തിരുന്ന യാത്രക്കാരി ബബിത മൊബൈലിൽ ഫോട്ടോ എടുത്തത്. ബബിത നെയ്യാറ്റിൻകരയിൽ ഇറങ്ങുകയും ചെയ്തു. ഇതേ സമയത്താണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ മകളെ കാണാനില്ല എന്ന പരാതിയുമായി മാതാവെത്തുന്നത്. പല വഴിക്ക് പോലീസിന്റെ അന്വേഷണം തുടങ്ങി. ബബിത പറഞ്ഞത് പ്രകാരം ഉച്ചയ്ക്ക് ശേഷം 3:25 തസ്മിത് കന്യാകുമാരിയിൽ എത്തേണ്ടതാണ്. അപ്പോഴേക്കും മാധ്യമങ്ങളിൽ തസ്മിത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു. പുലർച്ചെ 4 മണിക്ക് 24 വാർത്ത കണ്ടാണ് ബബിത താനെടുത്ത ഫോട്ടോ പോലീസിന് കൈമാറിയത്. അന്വേഷണത്തിലെ നിർണായക ഘട്ടം. ആ ഫോട്ടോ കുട്ടിയുടെ പിതാവ് തിരിച്ചറിഞ്ഞു. വിവരം കന്യാകുമാരി പോലീസിനും കൈമാറി. പിന്നാലെ കേരള പോലീസ് കന്യാകുമാരിയിലേക്ക്. 24 വാർത്താ സംഘവും ഒപ്പം. രാവിലെ 7 മണിയോടെ അന്വേഷണ സംഘം കന്യാകുമാരിയിൽ. പെൺകുട്ടിയെ രാവിലെ 5:30 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെന്ന് ഓട്ടോ ഡ്രൈവറും പോലീസിനോട് പറഞ്ഞു. കന്യാകുമാരിയിൽ കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. കന്യാകുമാരിയിലെ തിരച്ചിൽ അവസാനിപ്പിച്ച് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോലീസ് എത്തി. തിരച്ചിൽ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് വിവിധ ഭാഷകളിൽ പെൺകുട്ടിയെ കാണാനില്ലെന്ന നോട്ടീസ് പോലീസ് പുറത്തിറക്കിയത്. 4 മണിയോടെ നാഗർകോവിൽ സ്റ്റേഷനിൽ നിന്ന് നിർണായക CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസ് വീണ്ടും കന്യാകുമാരിയിലേക്ക്. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ 13 വയസ്സുകാരി എവിടെയാണ് എന്നതാണ് ഉയരുന്ന ചോദ്യം. മോഹൻ പറയുന്നുണ്ട്, കേരള പോലീസിന് ഈ കേസ് വല്ലാത്ത ഒരു തലവേദനയായി. ഇനി എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം ഈ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ? അങ്ങനെ പ്രേക്ഷകർ ഈ വിഷയത്തിൽ സജീവമായി പ്രതികരിക്കുന്നുണ്ട്. ഇന്നലെ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിലാണ് പെൺകുട്ടി വൈകിട്ട് 4 മണിയോടെ കന്യാകുമാരിയിൽ എത്തിയത്. 5:50 കന്യാകുമാരി എക്സ്പ്രസ്സായി ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്നതാണ് ഈ ട്രെയിൻ. ഈ ട്രെയിനിൽ തന്നെ പെൺകുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. കേരള പോലീസ് അന്വേഷണത്തിന് ചെന്നൈയിലേക്ക് തിരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ കന്യാകുമാരിയിൽ നിന്നും, അലക്സ് റാം മുഹമ്മദ് നാഗർകോവിലിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം അലക്സിലേക്കാണ്. അലക്സ്, അങ്ങനെ നിർണായകമായ ഒരു ലീഡ് കിട്ടുന്നു പോലീസിന് ഇപ്പോൾ. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പോലീസിന്റെ ഇനിയുള്ള നീക്കങ്ങൾ. അലക്സ്. ഉന്മേഷ്, തീർച്ചയായും ഏതാണ്ട് 3:30 മണിയോടുകൂടി, ഇന്നലെ വൈകുന്നേരം 3:30 മണിയോടുകൂടി ഒരു പരാതി ലഭിക്കുന്നു. രാത്രി വൈകി ഏതാണ്ട് 7 മണിയോടുകൂടി പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചതാണ്. നമുക്ക് നിസ്സംശയം പറയാം, കേരള പോലീസ് അതിനുശേഷം ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇന്നലെ പ്രധാനപ്പെട്ട ലീഡ് രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടി ലഭിക്കുന്നു. 24 വാർത്ത കണ്ട് ബബിത, ഈ ട്രെയിനിൽ സഹയാത്രികയായിരുന്ന വിദ്യാർത്ഥി ബബിത
ഈ കുട്ടിയുടെ ചിത്രമെടുത്തത് അത് പോലീസിനും മാധ്യമങ്ങൾക്കും കൈമാറിയതിന് തൊട്ടു പിന്നാലെ അന്വേഷണത്തിൻ്റെ ദിശ എങ്ങോട്ടാണ് എന്ന് പോലീസ് അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട കൃത്യത കൈവരിക്കുന്നു. തുടർന്ന് അന്വേഷണം കന്യാകുമാരിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. കന്യാകുമാരിയിൽ ഈ രാവ് മുഴുവൻ ഏതാണ്ട് 6 മണിക്കൂറോളം കന്യാകുമാരിയിലെ തിരച്ചിൽ നടന്നു. കന്യാകുമാരി പ്ലാറ്റ്ഫോം CCTV ദൃശ്യങ്ങളടക്കം അരിച്ചുപറക്കി പരിശോധന നടത്തി. പക്ഷേ അതിലൊന്നും കണ്ടെത്താനായില്ല. തുടർന്ന് പാറശാലയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച പരിശോധന അത് ഈ കുഴിത്തുറ, ഇരണിയൽ, ഒപ്പം നാഗർകോവിൽ. അതിൽ നാഗർകോവിൽ സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരത്തോടുകൂടി വീണ്ടും പ്രധാനപ്പെട്ട ഒരു ലീഡ് ലഭിക്കുന്നു. കന്യാകുമാരിയിൽ പോലീസ് തെരച്ചിൽ അവസാനിപ്പിക്കാം എന്ന ആലോചന നിൽക്കുന്ന ഘട്ടത്തിലാണ് നാഗർകോവിൽ നിന്ന് പ്രധാനപ്പെട്ട ലീഡ് ലഭിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 3:03 കൂടി ഈ കുട്ടി ഇവിടെ നിന്ന് ഈ ട്രെയിനിൽ വന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് ആ ട്രെയിനിൽ തന്നെ തിരികെ കയറുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. അത് നാഗർകോവിലെത്തി RPFന്റെ CCTV കൺട്രോൾ റൂമിലെത്തി കേരള പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾക്കായി കമ്മീഷണർ ഇവിടെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്, മെയിൽ മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഉടനെ കേരള പോലീസിന് ലഭിക്കുമെന്നുള്ളതാണ് വിവരം. അതിനുശേഷമാണ് കന്യാകുമാരിയിൽ നിന്നും പ്രധാനപ്പെട്ട മറ്റൊരു ലീഡ് കൂടി ലഭിക്കുന്നത്. അത് വൈകുന്നേരം 3:53 അതേ ട്രെയിനിൽ തന്നെ കുട്ടി കന്യാകുമാരിയിൽ എത്തുകയും സമാനമായി ഈ കാര്യം, അതായത് ദാഹിക്കുന്നുണ്ടാകും കുട്ടിക്ക്, ഈ കാര്യം തന്നെ കുട്ടി അവിടെയും ആവർത്തിച്ചു. ട്രെയിനിൽ നിന്നിറങ്ങി, കമ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങി വെള്ളം കുടിച്ചതിന് ശേഷം, കുപ്പിയിൽ വെള്ളം എടുത്തതിന് ശേഷം ആ ട്രെയിനിൽ തന്നെ തിരികെ കയറുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. പോലീസ് ഒന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്, ആ ട്രെയിൻ ചെന്നൈയിലേക്കാണ് പോയത്. കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ അനുമാനത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കഴക്കൂട്ടത്ത് നിന്നുള്ള അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. അല്പസമയം മുമ്പ് 5 അംഗ സംഘം, അതിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനടക്കം 5 അംഗ പോലീസ് സംഘം ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ചെന്നൈയിലേക്ക് തിരിക്കാൻ പ്രധാനപ്പെട്ട കാരണമായി വന്നത് നാഗർകോവിൽ നിന്നും അതുപോലെ കന്യാകുമാരിയിൽ നിന്നും ലഭിച്ച ഈ നിർണായക CCTV ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് അനുമാനിക്കുന്നത് ഈ ട്രെയിനിൽ നിന്നിറങ്ങി കുട്ടി മറ്റിടങ്ങളിലേക്ക്, അതായത് സ്റ്റേഷനുകളുടെ ഔട്ടറുകളിലേക്ക് പോകാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. കാരണം കുട്ടി വന്ന ഇടങ്ങളിലൊക്കെ ഒരുപക്ഷെ നാഗർകോവിൽ ഇറങ്ങുന്നുണ്ട്, കന്യാകുമാരിയിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് റോഡിലേക്കോ മറ്റിടങ്ങളിലേക്കോ കുട്ടി പോകാതെ ട്രെയിനിൽ നിന്നിറങ്ങി വെള്ളം കുടിച്ചതിന് ശേഷം കുട്ടി അതേ ട്രെയിനിൽ തന്നെ ഇരിക്കുകയാണ്. അതിനർത്ഥം കുട്ടി അതേ ട്രെയിനിൽ തന്നെ സഞ്ചരിച്ചിട്ടുണ്ടാകാം എന്ന അനുമാനത്തിലാണ് കേരള പോലീസ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ എൻഡ് എവിടെയാണോ അത് ചെന്നൈയാണ്. ആ ചെന്നൈയിൽ ആദ്യത്തെ പരിശോധന നടത്തണമെന്നുള്ളതാണ് കേരള പോലീസ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. ഈ നാഗർകോവിൽ മുതൽ ചെന്നൈ വരെ തന്നെ ഏതാണ്ട് 18ഓളം സ്റ്റേഷനുകളുണ്ട്. മധുര അടക്കമുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ ആ വഴിമധ്യേയുണ്ട്. അവിടങ്ങളിലൊക്കെ പരിശോധന നടത്തണമെങ്കിൽ കുട്ടിയുടെ ദൃശ്യങ്ങൾ, ഈ ചെന്നൈയിൽ എത്തിയ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ആ ട്രെയിൻ ചെന്നൈയിലെത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ ട്രെയിനിലെ തന്നെ ശുചീകരണ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട മൊഴി, കുട്ടിയെ കണ്ടതായി, കുട്ടി ആ ട്രെയിനിൽ തന്നെ മടങ്ങിയതായ മൊഴി തമിഴ്നാട് പോലീസിന് നൽകിയതും കേരള പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരള പോലീസിൻ്റെ ഈ അനുമാനം, കേരള പോലീസിൻ്റെ ഈ സഞ്ചാരം ശരി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ആ നിലയിൽ തന്നെ അത് പുരോഗമിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ കണ്ട ഈ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ വാങ്ങാനുള്ള ഔദ്യോഗികമായ നടപടികളും കേരള പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഒരു സംഘം കന്യാകുമാരിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷം. അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ നാഗർകോവിലിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഷഫീദിലേക്ക് കൂടി പോവുകയാണ്. ഷഫീദ് ഉള്ളത് കന്യാകുമാരിയിലാണ്. ഷഫീദ്, അതായത് ഈ രാവിലത്തെ പരിശോധനയിൽ CCTV ദൃശ്യങ്ങളൊന്നും കണ്ടെത്തിയില്ലല്ലോ. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഈ കുട്ടി ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരികെ അതേ ട്രെയിനിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ, അങ്ങനെയല്ലേ ഷഫീദ്? ഉന്മേഷ്, അത് തന്നെയാണ്. അതായത് ഈ നിലവിലിപ്പോൾ ഇന്നലെ വൈകിട്ട് 3:30 ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് എത്തുന്നത്. ആ ട്രെയിനിൽ തന്നെ, അല്ലെങ്കിൽ ആ ട്രെയിനിൽ എത്തിയ കുട്ടി ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്കോ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. കുട്ടി വെള്ളമെടുക്കാനോ മറ്റോ ആണ്. കുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നു. അതിലിറങ്ങിയതിനു ശേഷം ഈ ശുചീകരണ തൊഴിലാളി ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഈ കുട്ടി വീണ്ടും ട്രെയിനിലേക്ക് മടങ്ങി കയറുന്നു. തുടർന്ന് വീണ്ടും ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അതിനുശേഷം ഈ കുട്ടി ഈ ട്രെയിൻ ഇവിടെ നിന്ന് തിരിക്കുന്നത് 5:45 സമയത്താണ്. വൈകിട്ട് 5:45 മണിയോടുകൂടിയാണ്. അതിന് തൊട്ട് മുൻപ് ഈ കുട്ടി ട്രെയിനിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങൾ കേരള പോലീസ് ഔദ്യോഗികമായി തന്നെ റിസീവ് ചെയ്തിപ്പോൾ അത് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട്. അല്പസമയത്തുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പോലീസിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഈ ഹോപ്പ് ഓഫ് ദ അവർ എന്നുള്ളത് അത് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമാണ്. ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കടന്നു പോകുന്ന സ്ഥലത്ത് ഏതാണ്ട് 12ഓളം മറ്റ് സ്റ്റോപ്പുകളുണ്ട്. ഈ 12 മണിക്കൂറോളം സമയമെടുത്താണ് അതിന്റെ റണ്ണിംഗ് ടൈമും വരുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. വ്യാപകമായ ഒരു തെരച്ചിൽ പോലീസിനെ സംബന്ധിച്ച് ആവശ്യമാണ്. പക്ഷേ പോലീസ് ഒരു പ്രൈം ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന രീതിയിൽ പോലീസ് കാണുന്നതും കൊടുക്കുന്നതും അത് ഈ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ്. ഇതിനോടകം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ നേരിട്ട് ചെന്നൈയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ RPFനെ ഉപയോഗിച്ചുകൊണ്ട് ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പരിശോധന നടപടി ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം
തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു സംഘം ചെന്നൈയിലേക്ക് ഇതിനോടകം തന്നെ തിരിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ കന്യാകുമാരിയിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട ട്രെയിൻ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘം ഒരു പക്ഷേ ഫോളോ ചെയ്തുള്ള അന്വേഷണം കൂടി ഉണ്ടാകും. അതിനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ കഴക്കൂട്ടത്തു നിന്നുള്ള SI അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് കന്യാകുമാരിയിൽ അദ്ദേഹം നടത്തിയ അന്വേഷണ പുരോഗതി, CCTV നിർണായകമായ കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും. കുട്ടി ചെന്നൈയിലേക്ക് തിരിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം നടത്തുകയാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അങ്ങനെ തന്നെയാണ് അന്വേഷണം മൂവ് ചെയ്യുകയും ചെയ്തത്. നമ്മളെ സംബന്ധിച്ച ആ വഴിയിൽ ഇത്രയധികം സ്റ്റേഷനുകൾ, ഇത്രയധികം യാത്രാ ടൈം അടക്കമുള്ളത് അത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താം എന്നുള്ള ഒറ്റ വിവരത്തിലേക്ക്, ഒറ്റ നീക്കത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പോലീസ്. ഏതായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതും. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടി എവിടെ എന്നുള്ള സംശയം, അതേ ചോദ്യം അത് പ്രേക്ഷകർക്കുമുണ്ട്. അവരത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അഞ്ജന പറയുന്നത് CCTVയിൽ പതിഞ്ഞില്ല, വെള്ളമെടുത്തിട്ട് തിരികെ അതേ ട്രെയിനിൽ തിരിച്ചു കയറി എന്ന് പറയുന്നത്. എന്നിട്ട് എവിടെ ആ കുട്ടി എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. കുട്ടി ആ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് പോലീസിന്റെ അന്വേഷണം നടന്നു. പക്ഷേ പിന്നീട് ഏറ്റവും ഒടുവിലാണ് ട്രെയിനിൽ തിരിച്ചു കയറുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ് എന്നതുകൊണ്ട് തന്നെ ചെന്നൈയിലേക്ക് കുട്ടി പോയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തുടരുന്നുണ്ട് ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ്. അലക്സ്, ഇപ്പോൾ ഈ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യം, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യം, ഇത് രണ്ടും കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ പോലീസിന്റെ അന്വേഷണം. അപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ എഗ്മൂറിലേക്കുള്ള യാത്രക്കിടെ 16 സ്റ്റേഷനുകളുണ്ട്. അതായത് ആകെ 18 സ്റ്റേഷനുകൾ, അതിനിടയിൽ 16 സ്റ്റേഷനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളായി 6 or 7 സ്റ്റേഷനുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി അവിടെ ഇറങ്ങാനുള്ളൊരു സാധ്യത പോലീസ് ഇപ്പോൾ, അങ്ങനെ ഒരു സംശയമുണ്ടോ പോലീസിന്? ഈ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കുമോ അന്വേഷണം, അലക്സ്? ഉന്മേഷ, പോലീസ് അത് തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ആ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ വലിയ രീതിയിൽ ആളുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണ്. ചെന്നൈയിലേക്ക് പുറപ്പെടുന്ന ആ ട്രെയിനിൽ നല്ല രീതിയിൽ പാസഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായി ആ കുട്ടിയും ആ ട്രെയിനിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് കാണുന്നത്. ആദ്യഘട്ടം, അത് പ്രാഥമിക പരിശോധന പോലീസ് നടത്തുന്നത് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ്. രാവിലെ ഇന്ന് ആ ട്രെയിൻ അവിടെ എത്തുമ്പോൾ ആ പ്ലാറ്റ്ഫോം ഏതാണോ, മാത്രമല്ല കുട്ടിയെ കണ്ട കമ്പാർട്ട്മെൻറ്റ് ഏതാണോ, ആ കമ്പാർട്ട്മെൻറ്റിന് പരിസരത്തുള്ള ഏറ്റവും അടുത്ത CCTV ദൃശ്യം പരിശോധിക്കുക എന്നുള്ളതായിരിക്കും കേരള പോലീസ് ആദ്യം ഉദ്ദേശിക്കുന്ന കാര്യം. അതൊരുപക്ഷെ വിദൂര ദൃശ്യമാണെങ്കിൽ പോലും കേരള പോലീസിന് അത് മനസ്സിലാക്കാൻ ഇനി സാധിക്കും. കാരണം ഈ പ്രധാനപ്പെട്ട ഇതിനിടയിലെ റെയിൽവേ സ്റ്റേഷനുകളായ ഈ നാഗർകോവിലെയും കന്യാകുമാരിയിലും ഒന്നും ഈ പ്രധാനപ്പെട്ട എൻട്രൻസിനടുത്ത് നിന്ന് ക്ലോസ് ഷോട്ടുകളൊന്നും, അതായത് കുട്ടിയുടെ മുഖം വ്യക്തമാകുന്ന തരത്തിലെ ക്ലോസ് ഷോട്ടുകളൊന്നും പോലീസിന് ലഭിച്ചില്ല. പക്ഷേ കുട്ടി ഇതാണെന്ന് വ്യക്തമാകുന്ന തരത്തിൽ കൃത്യമായി തന്നെയുള്ള വിദൂര ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനർത്ഥം ആ ട്രെയിനിൽ കുട്ടിയിരുന്ന കമ്പാർട്ട്മെൻറ്റ് പോലീസിന് വ്യക്തമാണ് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ വഴിമുട്ടി നിന്ന കന്യാകുമാരിയിലെ ഈ CCTV ദൃശ്യ പരിശോധന പോലും പിന്നീട് അനക്കം വെച്ചത് ഈ നാഗർകോവിലിൽ നിന്ന് ഈ 3:03 കുട്ടി ഇറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വെള്ളമെടുത്ത് തിരികെ പോരുന്ന ദൃശ്യം കണ്ടതിന് ശേഷമാണ്. അങ്ങനെയെങ്കിൽ സമാനമായ ദൃശ്യം പരിശോധിക്കാം, ദൂരെയുള്ള ദൃശ്യം പരിശോധിക്കാം. വിദൂരമായെങ്കിലും കുട്ടിയുടെ ഒരു സാന്നിധ്യം കണ്ടാൽ അതൊരു തുമ്പാകും എന്ന് കേരള പോലീസിന് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് അത് വീണ്ടും കന്യാകുമാരിയിലെത്തി ആ പരിശോധന നടത്തുന്നതും 3:53 സമാനമായ ദൃശ്യം കന്യാകുമാരിയിലും കാണുന്നതും. പോലീസ് ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വഴിയിൽ കുട്ടി ഇറങ്ങാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ടെങ്കിൽ പോലും പോലീസ് ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ചെന്നൈയിലേക്ക് എത്താം എന്നുള്ളത് തന്നെയാണ്. ചെന്നൈയിലേക്ക് എത്തി എന്ന നിലയ്ക്കുള്ള ആ അനുമാനത്തോടു കൂടിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ചെന്നൈയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കും. ആ ദൃശ്യങ്ങൾ, ആ പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ച്, ആ കമ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൽ കുട്ടിയില്ല എന്ന് പോലീസിന് എല്ലാ തരത്തിലുള്ള, അത് വിദൂര ദൃശ്യങ്ങളാവട്ടെ അതല്ലെങ്കിൽ അടുത്ത ദൃശ്യങ്ങളാവട്ടെ, അതൊക്കെ പരിശോധിച്ച് അതിൽ കുട്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും മറ്റു 16 സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്ന കാര്യം കേരള പോലീസ് നിലവിൽ ആലോചിക്കുകയുള്ളൂ. ആദ്യത്തെ പരിശോധന ചെന്നൈ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ദിവസം കണ്ടതാണ്. കാരണം ഈ ഫോട്ടോ കിട്ടിയുള്ള ലീഡ് ലഭിക്കുമ്പോൾ തന്നെ കേരള പോലീസ് ആദ്യം പുറപ്പെട്ടത് കന്യാകുമാരിയിലേക്കാണ്. കേരള പോലീസ് നെയ്യാറ്റിൻകര ഇറങ്ങിയില്ല, പാറശാല ഇറങ്ങിയില്ല, അതല്ലെങ്കിൽ നാഗർകോവിൽ ഇറങ്ങിയില്ല. അവർ നേരെ കന്യാകുമാരിയിലെത്തി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുകയും പുറത്ത് ആ ഫോട്ടോ കാണിച്ച്, കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് പുറത്തുള്ള ആളുകൾ, ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ള ആളുകളോട് കാണിച്ചുള്ള പരിശോധനയാണ് നടത്തിയത്. അങ്ങനെയാണ് പുറത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ആ കുട്ടിയെ 5:30 കണ്ടു എന്ന് തിരിച്ചറിയുന്നതും അത്തരത്തിലുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നതും അങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നതും അങ്ങനെയാണ്. ആ ട്രെയിനിൻ്റെ എൻഡ് എവിടെയാണോ അവിടെയാണ് പോലീസ് ആദ്യം പരിശോധിച്ചത്. അവിടെ ഇല്ലെന്ന് കണ്ടപ്പോഴാണ് മറ്റു സ്റ്റേഷനുകൾ കേരള പോലീസ് പരിശോധിച്ചത്. ആ നിലയിലുള്ള അന്വേഷണം തന്നെയാകും ഇപ്പോഴും പുരോഗമിക്കുക. ചെന്നൈയിലേക്ക് കുട്ടി പോയിട്ടുണ്ടാകുമെന്ന് അനുമാനിക്കുന്നു. ഇടയിൽ അപ്പോഴും മധുര അടക്കമുള്ള പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളുണ്ട്. വലിയ ആൾത്തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടി പരിഭ്രാന്തയാണ്, വിശന്നിരിക്കുന്ന കുട്ടിയാണ്, ദാഹത്തോടുകൂടി ഇരിക്കുന്ന കുട്ടിയാണ്. ട്രെയിനിൽ നിന്ന് താൻ ഇറങ്ങിയാൽ താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു ഭയം കുട്ടിക്ക് ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളതാണ് കുട്ടിയുടെ ഈ യാത്ര സംബന്ധിച്ച്
പോലീസിന് തന്നെ മനസ്സിലാകുന്ന കാര്യം. അങ്ങനെയെങ്കിൽ പോലീസ് അനുമാനിക്കുന്നത് ചെന്നൈയിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ്. രാവിലെ 6 മണിയോടുകൂടി ഇന്ന് ചെന്നൈയിലെ ആ ട്രെയിൻ എത്തിയിട്ടുണ്ടാകും. ആ ദൃശ്യങ്ങൾ പോലീസിന് അവിടെ എത്തി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച പരിശോധന വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിക്കുകയുള്ളൂ. ഉന്മേഷ്. ശരി, അലക്സ് എത്താം. ഇപ്പോൾ ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള 5 അംഗ പോലീസ് സംഘം ചെന്നൈയിലേക്ക് തിരിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു വ്യക്തത വരുത്താനുള്ള സാധ്യതയുണ്ടോ ഹരികൃഷ്ണൻ? നമുക്കിവിടെ നിന്നും അതായത് ACP നിയാസാണ് ഇത്തരത്തിൽ ഇതിൻ്റെ അന്വേഷണ ചുമതല, അതായത് കഴക്കൂട്ടത്തെ പോലീസിൻ്റെ ഈ തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ചുമതല നിർവഹിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടി, അതായത് ഈ ഇന്നലെ കാണാതായ ഈ 13 വയസ്സുകാരി ഈ ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യത അത് തീരെ തള്ളിക്കളയാൻ ആകില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കന്യാകുമാരിയിൽ ഈ കുട്ടി ഇറങ്ങുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ അത് വ്യക്തമല്ലെങ്കിൽ കൂടിയും അത്തരത്തിൽ ഒരു CCTV ദൃശ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോഴും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പോലീസ് സംഘം ഇത്തരം ഇതിനിടയിലുള്ള പല സ്റ്റേഷനുകളുണ്ട്. ഈ പല സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും ഈ കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വെല്ലുവിളിയാകും. അത്തരത്തിലുള്ള ആ സ്റ്റേഷനുകളിലെല്ലാം CCTV ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളും വിവരശേഖരണം നടത്തേണ്ട ഒരു ആവശ്യത്തിലേക്ക് കൂടി പോകും എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ 5 അംഗ സംഘം ചെന്നൈയിലേക്ക് ഉടൻ തന്നെ തിരിക്കുമെന്ന് നേരത്തെ തന്നെ ACP നമ്മളോട് പറഞ്ഞിരുന്നതാണ്. അത് ഈ തരത്തിൽ ഇന്ന് ലഭിച്ച ഈ നാഗർകോവിലെയും അതേപോലെ തന്നെ കന്യാകുമാരിയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. ഇടയ്ക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായെങ്കിൽ പോലും അത് ഇപ്പോൾ പോലീസ് അതിൻ്റെ കറക്റ്റ് പാതയിലാണ്, അല്ലെങ്കിൽ ശരിയായ ദിശയിലാണ് അന്വേഷണം നടക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് വലിയ ലീഡ് കിട്ടി, കുട്ടി എവിടെയാണെന്ന തരത്തിൽ അത്തരത്തിലേക്ക് ഒരു അന്വേഷണം കൊണ്ടുപോകുന്നതിനുള്ള ഒരു ആർജവം പോലീസിൽ കിട്ടിയതായാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അത്തരം നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു. പ്രേക്ഷകർ ചില സംശയങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. TTR ശരിക്കും ജോലി ചെയ്യാറില്ലേ? ഈ ട്രെയിനിൽ TTR ഇല്ലേ? അവർ കുട്ടിയെ കണ്ടിട്ടില്ലേ എന്നിങ്ങനെ സോമിനി ചോദിക്കുന്നുണ്ട്. സ്വയം ഉണ്ണികൃഷ്ണൻ പറയുന്ന കുട്ടി ട്രെയിനിൽ തന്നെ ഉണ്ടാകും, തിരിച്ചു വരുമ്പോൾ അതേ ട്രെയിനിൽ തന്നെ മടങ്ങിയെത്താനുള്ള സാധ്യത അതും പരിശോധിച്ചുകൂടെ. അങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോലീസ് എല്ലാ സാധ്യതയും ഒരുപക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കഴക്കൂട്ടത്തെ 13-കാരിയുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ കൃത്യസമയത്ത് അതേ സമയത്ത് നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മറ്റു ചില റിപ്പോർട്ടുകളിൽ കൂടി നമ്മൾ പോകുന്നു. ഒരു ജനകീയ വിഷയം അത് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. MA ജലീൽ അറിയിക്കുന്നത്, ഞങ്ങൾക്ക് 110 ദിവസമായി PSC സപ്ലൈകോയിൽ സെയിൽസ് അസിസ്റ്റന്റായി അഡ്വൈസ് തന്നിട്ട് പക്ഷേ സപ്ലൈകോ MD ഇന്ന് വരെ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് സൈൻ ചെയ്ത് തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഹർഷയും നസീഹയും ഒക്കെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഈ വിഷയം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് ഒരു വിഭാഗം സിനിമാ പ്രവർത്തകർ. ആരോപണങ്ങൾ സിനിമയിൽ സജീവമല്ലാത്തവരെ കൊണ്ട് പഠിച്ച് പറയിപ്പിച്ചത് എന്നാണ് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിന്റെ ആരോപണം. സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിന്ന് ഇരകളെ വേട്ടയാടുന്നുവെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടപടി എന്തെന്ന ചോദ്യം ഉയരുന്നതിനിടയിലാണ് നവംബർ അവസാനവാരം സിനിമാ കോൺക്ലേവ് നടത്താൻ സർക്കാർ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയും ഭരണപ്രതിപക്ഷങ്ങളും പങ്കെടുക്കുന്ന കോൺക്ലേവിൽ മുഴുവൻ സിനിമാ സംഘടനകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കും. കരട് സിനിമാ നയം രൂപീകരിക്കാൻ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയ ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. സിനിമാ നയം രൂപീകരിക്കാൻ KSFDC ചെയർമാൻ ഷാജിയൻ കരുൺ കൺവീനറായ കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. 1 മാസത്തിനകം കരട് നയം സർക്കാരിന് സമർപ്പിക്കാനാണ് നീക്കം. പ്രശ്നപരിഹാരത്തിന് സിനിമാ സംഘടനകളും നിർമ്മാതാക്കളും സർക്കാരും ഒരുമിച്ച് ശ്രമിക്കണമെന്ന് സംവിധായകനും തിരക്കഥാകൃത്തുമായ ജിയോ ബേബി പറഞ്ഞു. കൂട്ടായി ഒരു എഫേർട്ട് ഉണ്ടാവണം. സിനിമാ സംഘടനകളും നിർമ്മാതാക്കളും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വിളിച്ച് പറഞ്ഞാൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഈ ജെൻഡർ ഇഷ്യൂവിൽ തന്നെ. ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം ജെൻഡറിന് മാത്രം എല്ലാ കാര്യങ്ങളും ഈസി ആവുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ MLA-യും നടനുമായ M. മുകേഷ്, നടിമാരായ പത്മപ്രിയ, നിഖില വിമൽ, സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ, നിർമ്മാതാവ് സന്തോഷ് കുരുവിള, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C. അജോയ് എന്നിവരാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ അംഗങ്ങൾ. കോൺക്ലേവിന് ശേഷം ഉടൻ അന്തിമ സിനിമാ നയം രൂപീകരിക്കും. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്നും തുടർന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിന്ന് ഇരകളെ വേട്ടയാടുകയാണെന്ന് ആവർത്തിച്ചു. ഞങ്ങൾ
വേട്ടക്കാർക്കെതിരായി പോരാടുമെന്ന്. 4.5 കൊല്ലമായിട്ട് ഏത് വേട്ടക്കാരനെതിരായിട്ടാണ് ഈ മുഖ്യമന്ത്രി പോരാടിയത്? ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്തത്, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഇതിനകത്ത് കുറ്റം ചെയ്തവരാരായാലും അവർക്കെതിരായി നടപടികൾ വേണം, ഒരു വിട്ടുവീഴ്ചയില്ലേ. കുറ്റക്കാർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ജോസ് കെ മാണി MP ആവശ്യപ്പെട്ടു. ഇതിന് കൃത്യമായ ഒരു സംവിധാനം ഒരുക്കി സ്ത്രീ സുരക്ഷ, ഏത് തൊഴിലാകട്ടെ സുരക്ഷ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. ഏത് വമ്പനാണെങ്കിലും അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, അതിന് സംശയമൊന്നുമില്ല എന്ന് തന്നെ. റിപ്പോർട്ട് പുറത്തുവരാൻ കാരണം വിവരാവകാശ കമ്മീഷണറുടെ ധൈര്യം കൊണ്ട് മാത്രമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത് ഗവൺമെന്റിന്റെ താല്പര്യം കൊണ്ടല്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ താല്പര്യം കൊണ്ടുമല്ല. ഇത് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ തന്റെ ഇടത്തോടുകൂടി ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തതുകൊണ്ടാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്ന ആരോപണവുമായി ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് രംഗത്തെത്തി. സിനിമയിൽ സജീവമല്ലാത്തവരെ കൊണ്ട് മൊഴികൾ പറഞ്ഞു പറയിപ്പിച്ചതാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയെ ഒന്നടങ്കം മോശമാക്കരുതെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്, അത് ജുഡീഷ്യൽ പവർ ഉള്ളതല്ല, അത് ആരോപണം മാത്രമാണ്. അത് മാത്രമല്ല, ആരോപണം ഉന്നയിച്ചവരാരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. കാരണം ചില പ്രധാനമായി നിൽക്കുന്നവരെക്കാൾ അപ്പുറം ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ട്രിവാൻഡ്രത്ത് കുറച്ചുപേരെ എടുപ്പിക്കുകയും ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് ഇവരെ വിടുകയാണ്. ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇന്ന തന്നെ ആക്ഷേപങ്ങൾ പറയണം. ന്യൂസ് ഡെസ്ക് 24. ചില കാര്യങ്ങൾ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മിനി ബാബു പറയുന്നു, ഇന്നലെ ആലപ്പുഴയിൽ കനത്ത മഴയും കാറ്റും മൂലം ഇതുവരെ കറണ്ട് വന്നിട്ടില്ല, കനത്ത നാശനഷ്ടമായിരുന്നു പലയിടങ്ങളിലും, കഴിഞ്ഞ ദിവസം പോയ കറണ്ടൊന്നും വന്നിട്ടില്ല എന്ന് പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. രവികുമാർ പറയുന്നു, റേഷൻ കടയിൽ ഇതുവരെ അരി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് 7 മാസത്തെയാണ്, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വ്യക്തത വരുത്തുന്നില്ല. അത്തരം ഒരു ആക്ഷേപം അദ്ദേഹം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. നമ്മൾ നേരെ കൊൽക്കത്തയിലേക്ക് പോകുന്നു. വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട് 11 ദിവസം പിന്നിടുമ്പോഴും പ്രതിഷേധങ്ങൾക്ക് ശമനമില്ല. സമരം ശക്തമാക്കി കൊൽക്കത്തയിൽ ഡോക്ടേഴ്സ് ഇപ്പോഴും തെരുവിൽ തന്നെയാണ്. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ തുടർച്ചയായ 6ാം ദിനവും CBI സംഘം ചോദ്യം ചെയ്തു. ആശുപത്രിയുടെ സുരക്ഷ ഇതിനിടെ CISF ഏറ്റെടുത്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേർന്നുണ്ട്. ബൽറാം, വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് സജീവമായി തുടരുകയാണല്ലോ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ബൽറാം? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 11 ദിവസം പിന്നിട്ടിട്ടും ഇപ്പോഴും പോലീസ് ആദ്യ 12 മണിക്കൂറിൽ അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയിൽ മാത്രം നിൽക്കുകയാണ് അന്വേഷണം എന്നുള്ളത്. CBI അന്വേഷണം ഏറ്റെടുത്ത് ഏതാണ്ട് 6 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഒരു പുരോഗതിയോ അല്ലെങ്കിൽ അന്വേഷണം ഏതുവരെ എത്തിയെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലോ ഈ സമരം ഇരിക്കുന്ന ഡോക്ടർമാർക്ക് മുന്നിലോ വിശദീകരിക്കാൻ CBI തയ്യാറായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സമരം ശക്തമാകുന്നത്. കൊൽക്കത്തയുടെ തെരുവുകളിൽ വിവിധയിടങ്ങളിൽ വലുതും ചെറുതുമായി 8ഓളം പ്രതിഷേധങ്ങളാണ് ഇന്ന് നടന്നത്. ഏറ്റവും വലിയ പ്രതിഷേധം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ആയിരക്കണക്കിന് ഡോക്ടർമാർ പങ്കെടുക്കുന്ന പ്രതിഷേധ റാലി ഇന്ന് CBI ആസ്ഥാനമായ CGO കോംപ്ലക്സിൽ നിന്നും ആരോഗ്യ മന്ത്രാലയ ആസ്ഥാനമായ സ്വസ്തി ഭവനിലേക്ക് നടന്നു. ഇതിനുശേഷം നിവേദനവും സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. സമാനമായി തന്നെ കായിക താരങ്ങൾ, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച താരങ്ങൾ അടക്കമുള്ള മുതിർന്ന താരങ്ങൾ ഈഡൻ ഗാർഡനിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സമാനമായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായി. ഇപ്പോഴും പലയിടത്തും പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമരപന്തലിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അപ്പോഴും ഈ CBIക്ക് കൂടുതലായി ഒരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ കോടതിയിൽ അന്വേഷണ പുരോഗതി നാളെ അറിയിക്കേണ്ടതുണ്ട്. ഏറെ നിർണായകമായിരിക്കും ആ ഘട്ടം. CBIയെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധം അടങ്ങിയിട്ടില്ല, അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ CBIയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ 6ാം ദിവസവും തുടർച്ചയായി ചോദ്യം ചെയ്യുകയാണ് CBI. ഈ നേരത്തെ മുൻ പ്രിൻസിപ്പൽ നൽകിയ മൊഴിയും പിന്നീട് നൽകിയ മൊഴിയും ഒപ്പം തന്നെ സഹപ്രവർത്തകർ പലരും നൽകിയ മൊഴികളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്നാണ് CBI സംഘം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നുണപരിശോധന ആവശ്യമെങ്കിൽ വേണ്ടിവരും പ്രിൻസിപ്പലിന്റെ കാര്യത്തിൽ എന്നാണ് CBI വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നുള്ളത്. അതേസമയം നേരത്തെ അറസ്റ്റിലായ പ്രതി
കോടതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് അനുമതി ലഭിച്ചെങ്കിലും ഇതുവരെയും അത് നടത്തിയിട്ടില്ല. 3 ദിവസമായി അനുമതി ലഭിച്ചെങ്കിലും പരിശോധനയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും നിർണായകമാണ്. കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് CBI ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. സഞ്ജയ് റോയുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരെ CBI സംഘം ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആർജിക്കർ ആശുപത്രിയുടെ സുരക്ഷാ ചുമതല CISF സംഘം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഔദ്യോഗികമായി ഇപ്പോൾ ആ കൈമാറ്റ പരിപാടികൾ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ സുരക്ഷ പിൻവലിച്ചുകൊണ്ട് CISF ആ പോസ്റ്റുകളിലെല്ലാം തന്നെ ഇപ്പോൾ ചുമതല ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും നിർണായകമായ ഒരു വിവരം കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ 24 ലഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആ ദൃശ്യങ്ങളിൽ കുട്ടിയുണ്ട്. അത് കേരള പോലീസിന് ലഭിച്ച ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിലേക്ക് അല്പസമയത്തിനകം നമ്മൾക്ക് എത്താമെന്നാണ് കരുതുന്നത്. ഷഫീദ് റാവുത്തർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്? ഷഫീദ്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരള പോലീസ് ശേഖരിച്ചിട്ടുള്ള ഏതാണ്ട് 5ഓളം CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് 2-3 കാര്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും. അതിലൊന്നാമത്തെ ആ ദൃശ്യത്തിൽ കാണുന്നത് ഈ ട്രെയിനിൽ നിന്നും ഈ പ്ലാറ്റ്ഫോമിന്റെ ആ ഭാഗത്ത് സമീപത്തുകൂടി പെൺകുട്ടി നടന്നു പോകുന്നതാണ് ആ ദൃശ്യങ്ങളുള്ളത്. അത് നമുക്കൊരു മാർക്ക് ചെയ്ത ഒരു ദൃശ്യമായി തന്നെ നമുക്ക് കാണുന്നുണ്ട്. കറുത്ത മാർക്ക് ചെയ്ത ദൃശ്യങ്ങളായി നമ്മൾ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. അതിൽ ആ പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുന്നത് ഏതാണ്ട് സമാനമാണ്, കളർ സമാനമാണ്, കുട്ടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ നിറം സമാനമാണ്. ആ രീതിയിൽ കുട്ടി നടന്നു വരുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. രണ്ടാമത്തെ ആ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചത് 3:06 എന്നാണ് ആ സമയം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 3:06 എന്നുള്ള സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് സുപ്രധാനമായി കാണാൻ കഴിയുന്ന ആ വിവരം എന്ന് പറയുന്നത് ആ പെൺകുട്ടി ഈ ട്രെയിൻ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ കുറച്ച് ഭാഗത്തുകൂടി ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നതാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. അത് പോലീസ് തന്നെ മാർക്ക് ചെയ്ത അല്ലെങ്കിൽ RPF തന്നെ കാര്യം മാർക്ക് ചെയ്തിട്ടാണ് കേരള പോലീസിന് കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടി നടന്നു പോകുന്ന മറ്റു ചില ദൃശ്യങ്ങൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. അതിൽ നമുക്കിനി ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു വിവരം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഈ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് ക്രോസ് ചെക്ക് ചെയ്യണം. അത് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കും. പെൺകുട്ടി ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കൂടി നടന്നു വരുന്നതും നമ്മൾ ഈ പറയുന്ന ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ആ എക്സ്പ്രസ് തിരികെ പോകുന്നത്. ഷഫീദ്, നമ്മൾ ആ ദൃശ്യമെങ്കുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആ പെൺകുട്ടി വെള്ളം ശേഖരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണാം. ഷഫീദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ പ്ലാറ്റ്ഫോമിൽ പെൺകുട്ടി നിന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. ഇത് ആ ട്രെയിനിൽ നിന്നിറങ്ങി കുട്ടി ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതാണ്. അവിടെ നിന്ന് കുട്ടി ആ കുപ്പിയിൽ വെള്ളം ശേഖരിക്കുന്ന ദൃശ്യം അത് വ്യക്തമാണ്. അതിൽ മറ്റൊന്ന് ഷഫീദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ പ്ലാറ്റ്ഫോമിന്റെ സമീപത്ത് പെൺകുട്ടി ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട്. ഇത് ട്രെയിനിൽ നിന്ന് പെൺകുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് കുപ്പിയിൽ വെള്ളം ശേഖരിക്കുന്ന ദൃശ്യമാണ്. ഷഫീദ് തുടർന്നോളൂ. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിർണായകമായ ദൃശ്യങ്ങൾ ഇപ്പോൾ 24 പുറത്തുവിടുന്നു. പെൺകുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ പെൺകുട്ടി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. പോലീസിന് ലഭിച്ച നിർണായകമായ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളിൽ പെൺകുട്ടിയും ട്രെയിനിൽ നിന്ന് ഇറങ്ങി കുപ്പിയിൽ വെള്ളം ശേഖരിക്കുന്നത് വ്യക്തമാണ്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, പറയൂ. അതിൽ നമുക്ക് ഈ കുട്ടി ഇങ്ങനെ പോകുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട്, കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അത് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ്. അത് പരിശോധിച്ച ശേഷം ഉന്മേഷ അതിൽ കൂടുതൽ വിവരങ്ങൾ നൽകാം. ഏതായാലും കന്യാകുമാരിയിലേക്ക് ഈ പെൺകുട്ടി എത്തിയിട്ടുണ്ട്. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ, അവിടെ നിന്ന് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. ആ വിവരം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ പോലീസ് ഈ അന്വേഷണം നടത്തുന്നത്. അതിൽ ചില ദൃശ്യങ്ങൾ, ആദ്യം നമ്മൾ കാണുന്ന ചില ദൃശ്യങ്ങളിൽ ആ പെൺകുട്ടിയെ നമുക്ക് കാണാനും സാധിക്കാം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ് അതിൽ വ്യക്തത വരുത്തിക്കൊള്ളൂ. ഏതായാലും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ആ പെൺകുട്ടി എത്തിയിരുന്നു എന്നത് സ്ഥിരീകരിക്കുന്ന ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് ശേഖരിച്ച ദൃശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണം
പുരോഗമിക്കുന്നത്. മറ്റൊരു ദൃശ്യം കൂടിയുണ്ട്. അതിൽ ആ പെൺകുട്ടിയും ആ പ്ലാറ്റ്ഫോമിൽ സംശയിച്ച് നിൽക്കുന്നതായൊരു ദൃശ്യം കൂടിയുണ്ട്. അത് മാർക്ക് ചെയ്ത ഒരു ചിത്രം കൂടി ലഭ്യമായിട്ടുണ്ട്. ആ പെൺകുട്ടിയാണ് നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോയിലെ അതേ വേഷം തന്നെയാണ്, അതേ വസ്ത്രം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. മറ്റൊരു ദൃശ്യവും മറ്റൊരു ചിത്രവും കൂടി ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതും ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുട്ടി അവിടെ എത്തിയിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്ന് പോയിരിക്കുന്നത് ചെന്നൈയിലേക്കാണ്. അങ്ങനെ കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി കേരള പോലീസിൻ്റെ നീക്കങ്ങൾ നടക്കുന്നു. ഇതിനോടകം തന്നെ കേരള പോലീസിൻ്റെ ഒരു സംഘം, 5 അംഗ സംഘം ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയായിരുന്നു പോലീസ് ഇതുവരെയും. കാരണം കുട്ടിയുടെ സഞ്ചാരപാത കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയായിരുന്നു പോലീസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദൃശ്യങ്ങൾ കിട്ടിയത്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. റൗണ്ട് ചെയ്ത ഭാഗത്ത് ആ കുട്ടിയുണ്ട്. കുട്ടിയും ട്രെയിനിൽ നിന്ന് ഇറങ്ങി പ്ലാറ്റ്ഫോമിലെ ടാപ്പിൽ നിന്ന് വെള്ളമെടുത്ത് വീണ്ടും ആ ട്രെയിനിലേക്ക് കയറുന്നതായി ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് കുറച്ച് അകലെ നിന്നുള്ള ദൃശ്യമാണ് എന്നതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു വ്യക്തത കുറവുണ്ട്. അക്കാര്യത്തിലൊക്കെ പോലീസ് ഇപ്പോൾ ഒരുപക്ഷെ വ്യക്തത വരുത്തിയിട്ടുണ്ടാകും. ഏതായാലും മറ്റൊരു ദൃശ്യം കൂടിയുണ്ട്, മറ്റൊരു ചിത്രം കൂടിയുണ്ട്. അതിൽ ആ കുട്ടി പ്ലാറ്റ്ഫോമിൻ്റെ സമീപത്ത് സംശയിച്ച് നിൽക്കുന്നതായി കൂടി കാണാം. അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ലഭ്യമായ ദൃശ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരള പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ ചെന്നൈയിലേക്ക് നീളുന്നത്. നേരത്തെ കുട്ടി കന്യാകുമാരിയിൽ എത്തിയിരിക്കാമെന്ന സംശയം ഉണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ CCTV ദൃശ്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് ഈ പുതിയ ദൃശ്യങ്ങൾ ലഭിക്കുന്നതും പോലീസിൻ്റെ അന്വേഷണം ആ നിലയിലേക്ക് മാറുന്നതും. അജീഷ് ജയകുമാർ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളും. അജീഷ്, ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളിൽ കുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു, വെള്ളമെടുക്കുന്നു, തിരികെ ട്രെയിനിലേക്ക് കയറുന്നു, അതൊക്കെ വ്യക്തമാണ്. അത് ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നുണ്ട്. അതിൻ്റെ കൂടി അതുമായി ബന്ധപ്പെട്ട് പുതിയ എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് കൈമാറുന്നുണ്ട് അജീഷ്? ഉന്മേഷ്, എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ CCTV ദൃശ്യങ്ങൾ. ഈ CCTV ദൃശ്യങ്ങളാണ് ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിച്ചത്. അതായത് ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടി ഇറങ്ങി വെള്ളമെടുത്തതിന് ശേഷം വീണ്ടും ട്രെയിനിനുള്ളിലേക്ക് കയറുന്നത് ആണ് നിർണായകമായ കണ്ടെത്തൽ, പോലീസിന്റെ കണ്ടെത്തൽ. രാവിലെ മുതൽ പോലീസ് കരുതിയിരുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തെവിടെയെങ്കിലും ഒക്കെ പെൺകുട്ടി പോയിരിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബീച്ച് സൈഡിലും കടകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും ഒക്കെ പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയത് കന്യാകുമാരി പോലീസിന്റെ സഹായത്തോടെ. പക്ഷേ ഉച്ചവരെ നടത്തിയ പരിശോധനയിലും ഒരു തുമ്പും കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് മറ്റു റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പരിശോധന വ്യാപിച്ചതും നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിർണായകമായ CCTV കണ്ടെത്തുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് കേരള പോലീസ് വീണ്ടും ഇവിടുത്തെ അതിന്റെ ഈ പെൺകുട്ടി നാഗർകോവിലിൽ നിന്ന് തിരിച്ചു കയറിയ ആ കമ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന നടത്തി. അതിന് കൂടി വരുത്തിക്കൊള്ളട്ടെ ഷഫീദ്, ഇപ്പോൾ ആ ദൃശ്യങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. 2 റെയിൽവേ സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങൾ ഇതിനോടകം കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ്, രണ്ടാമത്തേത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ്. ഈ 2 ദൃശ്യങ്ങളും പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഈ കുട്ടി വെള്ളമെടുക്കുന്നതായി നമ്മൾ കാണുന്ന ദൃശ്യം നാഗർകോവിലിലെ CCTV ദൃശ്യങ്ങളിലെ ദൃശ്യങ്ങളാണ് എന്നതുകൂടി ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. അങ്ങനെ ഈ 2 റെയിൽവേ സ്റ്റേഷനിലെയും നാഗർകോവിൽ, കന്യാകുമാരി, ആ 2 റെയിൽവേ സ്റ്റേഷനുകളിലെയും ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതിൽ ഇത് രണ്ടാമത്തെ ദൃശ്യം. നമ്മൾ ആദ്യം കാണിച്ചത് നാഗർകോവിലിലെ ദൃശ്യമാണെങ്കിൽ ഇത് രണ്ടാമത്തെ ദൃശ്യം. ആ കുട്ടി പ്ലാറ്റ്ഫോമിൽ സംശയിച്ച് നിൽക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. അകലെയുള്ള CCTVയിൽ പതിഞ്ഞ ദൃശ്യമാണ് എന്നതുകൊണ്ടാണ് ആ വ്യക്തത കുറവ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ആ പുറത്തു വന്ന ചിത്രം, അതിലെ അതേ വേഷം തന്നെയാണ് കുട്ടിയുടേത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ 2 ദൃശ്യങ്ങളും ഇപ്പോൾ കേരള പോലീസിന് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അതിലൊന്ന് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യമാണെങ്കിൽ മറ്റൊന്ന് കന്യാകുമാരിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ 2 ദൃശ്യങ്ങളും കൂടി പരിശോധിച്ചിട്ടാണ് പെൺകുട്ടിയുടെ യാത്ര ഇപ്പോൾ ചെന്നൈയിലേക്കായിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, പറയൂ. ഉന്മേഷ്, നമ്മളിപ്പോൾ കണ്ടുകൊള്ളുന്നത്, അതായത് സ്ക്രീനിൽ കാണുന്ന കുട്ടി വെള്ളമെടുത്ത് ട്രെയിനിനുള്ളിലേക്ക് കയറുന്ന ആ ദൃശ്യങ്ങൾ, അത് 15/6, അതായത് 3/6
നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പതിഞ്ഞ CCTV ദൃശ്യങ്ങളിലാണ്. അതിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കുട്ടിയുടെ ഈ സഞ്ചാരപാതയൊക്കെ കാണാം. കുട്ടി ഈ ട്രെയിന് നിർത്തിയിട്ടിരിക്കുന്നു. കുട്ടി പെട്ടെന്ന് തന്നെ അതിലൊരു കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, കുപ്പിയിൽ വെള്ളം എടുക്കുന്നു. അതേപോലെ തന്നെ വെള്ളം കുടിച്ചതിന് ശേഷം വളരെ വേഗം തന്നെ, അത് വളരെ 20 സെക്കൻഡിനുള്ളിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്, വളരെ വേഗം തന്നെ തിരിച്ച് ഈ കുട്ടി ഈ ട്രെയിനുള്ളിലേക്ക് കയറുന്നു. ഈ ദൃശ്യങ്ങളാണ് നിർണായകമായത്. അതിനുശേഷം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു RPFന്റെ സഹായത്തോടെ. ഈ ദൃശ്യങ്ങളും നമ്മൾ നൽകിയ ദൃശ്യങ്ങൾ അതിലുണ്ട്. പക്ഷേ അതിൽ അല്പം വ്യക്തത കുറവുണ്ട്. അത് ഈ വിദൂരതയിലുള്ള ഒരു ദൃശ്യമാണ്. അത് പോലീസ് കുറച്ചും കൂടി സൂം ചെയ്ത ശേഷം ആദ്യം നോക്കിയപ്പോഴൊന്നും കാണാൻ പറ്റാതെ രണ്ടാമത് ഈ കമ്പാർട്ട്മെന്റിന്റെ പൊസിഷൻ നോക്കിയതിന് ശേഷം സൂം ചെയ്തെടുത്ത ദൃശ്യങ്ങളാണ്. അതിൽ അല്പം വ്യക്തത കുറവുണ്ട്. പക്ഷേ ഈ വസ്ത്രം അടക്കമുള്ള കാര്യങ്ങൾ വെച്ചാണ് പോലീസ് സ്ഥിരീകരിച്ചത്. ഈ നിർണായക വിഷ്വൽസ് ആണ് പോലീസിന് ഈ കുട്ടി ഇവിടെ നിന്ന് ഈ ട്രെയിൻ മാറിക്കയറാതെ ഈ വന്ന ട്രെയിനിൽ തന്നെ തുടർന്ന് ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ കൊണ്ടെത്തിച്ചത്. അതായത് പോലീസിന്റെ ഇന്നലെ രാത്രി വൈകിട്ട് മുതൽ തുടങ്ങിയ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് ഇന്ന് ഈ പോലീസിന് കിട്ടിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായ കാര്യം, ഈ അതായത് കന്യാകുമാരിയിൽ ഇറങ്ങി എന്ന് കരുതിയിരുന്ന പെൺകുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങാതെ വന്ന ട്രെയിനിൽ തന്നെ തുടർന്ന് ചെന്നൈയിലേക്ക് പോയേക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ്. എന്തായാലും കേരള പോലീസ് സംഘം ചെന്നൈയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. 5 അംഗ സംഘം ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് അവിടുത്തെ CCTV ദൃശ്യങ്ങളാണ് ഇനി അടുത്ത നിർണായകമാവുന്നത്. അവിടെ ഈ പെൺകുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മഹാനഗരത്തിൽ എവിടെയെങ്കിലും ആ പെൺകുട്ടി ഇപ്പോഴും തുടർന്നിട്ടുണ്ടാവണം. കാരണം ഇന്നലെ വൈകിട്ട് ഇവിടുന്ന് പുറപ്പെട്ട ട്രെയിന്, ഇന്നലെ വൈകിട്ട് 5:50 പുറപ്പെട്ട ട്രെയിന് ഇന്ന് പുലർച്ചെ 6 മണിയോടെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടാകും. ഇതിനിടയിൽ പല സ്റ്റേഷനുകളുണ്ട്, പ്രധാനപ്പെട്ട സ്റ്റേഷനുകളുമുണ്ട്. ചെന്നൈയിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ മറ്റു സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ആദ്യമായി പോലീസ് സംഘം പരിശോധിക്കുന്നത് ചെന്നൈയുടെ ആയിരിക്കും. കാരണം ഈ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് അവസാനിക്കുന്നത് ചെന്നൈയിലാണ്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, ഇന്ന് പുലർച്ചെയുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. നിർണായകമായ ഈ 2 ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ, ഈ മണിക്കൂറുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ചെന്നൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. കുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പ്ലാറ്റ്ഫോമിലെ ടാപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ട്രെയിനിലേക്ക് തിരികെ കയറുന്ന ദൃശ്യങ്ങൾ അത് പ്രേക്ഷകർക്ക് ഒരു ഭാഗത്ത് കാണാം. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ. അടുത്തത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ ഷഫീദ്, 2 ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ അല്ലേ ഇപ്പോൾ ചെന്നൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് പോലീസ്? ഷഫീദ്, ഉന്മേഷ്, ഉറപ്പായിട്ടും അതായത് ഇന്നലെ രാത്രി മുതൽ പോലീസ് നടത്തിയ അന്വേഷണം അത് ഇന്ന് പുലർച്ചെ 3:30 വലിയൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നു. അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഇന്ന് രാവിലെ 7:30 കന്യാകുമാരിയിലേക്ക് കേരള പോലീസിന്റെ സംഘം ആദ്യം എത്തുന്നത്. ആ സമയം മുതൽ അല്പസമയം മുൻപ് വരെ നടത്തിയ കേരള പോലീസിന്റെ റിസൾട്ടാണ്, കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ റിസൾട്ടാണ് ഈ CCTV ദൃശ്യം. ആ CCTV ദൃശ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നാഗർകോവിൽ സ്റ്റേഷനിലെ CCTV ദൃശ്യമാണ്. അതിൽ സമയം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 3:06 ഇന്നലെ 3:06 സമയത്താണ് ഈ സ്റ്റേഷൻ നാഗർകോവിൽ എത്തുന്നത്. അവിടെ വെച്ച് ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതും വെള്ളം ശേഖരിക്കുന്നതടക്കം CCTV ദൃശ്യങ്ങളിൽ കാണാം. ഈ കന്യാകുമാരി സ്റ്റേഷനിലെ ദൃശ്യങ്ങളിൽ കുറച്ച് അവ്യക്തതകളുണ്ടെങ്കിലും പോലീസ് അത് പറയുന്ന കാര്യം, ഈ പ്ലാറ്റ്ഫോമിലൂടെ കുട്ടി നടക്കുന്നത്, അതിനോടൊപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി കുട്ടി നടന്നു വരുന്നത്, അതോടൊപ്പം ഈ പെൺകുട്ടി തിരികെ വീണ്ടും കയറാൻ വേണ്ടി വരുന്നതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലുള്ള ആ സ്റ്റിൽ ഫോട്ടോ. അതായത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ അതിപ്പോൾ ഈ ഇന്നത്തെ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിവരങ്ങളൊക്കെ ചെന്നെത്തി നിൽക്കുന്നത് ചെന്നൈയിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം, അതാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ഏതായാലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് യാത്ര തിരിച്ച് അവിടെ എത്തണമെങ്കിൽ 12 മണിക്കൂറിലധികം താഴെ റണ്ണിംഗ് ടൈം ഉണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ ഹരികൃഷ്ണൻ ഒരു വിവരം അറിയിക്കുന്നുണ്ട്. കുട്ടി ചെന്നൈയിൽ എത്തി എന്നത് ACP നിയാസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് കൂടി ഇപ്പോൾ ഹരികൃഷ്ണൻ അറിയിക്കുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് സഹോദരൻ താമസിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലം, അതായത് ബാംഗ്ലൂർ എന്ന് ഇപ്പോൾ പറയുന്ന ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ ഗുവാഹട്ടിയിലേക്കോ പോകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പോലീസ് സംശയിക്കുന്നത് ഇപ്പോൾ ഹരികൃഷ്ണൻ അറിയിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ഔദ്യോഗികമായി കുട്ടി ചെന്നൈയിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചു എന്നാണ് ഹരികൃഷ്ണൻ അറിയിക്കുന്നത്. ഷഫീദ്, ഉന്മേഷ്, അതിന് സാധ്യതയുണ്ട്. കാരണം അത് തന്നെയാണ് പോലീസ് നേരത്തെയും പറഞ്ഞ കാര്യം. അതായത് ഈ ചെന്നൈയിലേക്ക് കുട്ടി എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പോലീസിന്റെ കഴിഞ്ഞ 2 മണിക്കൂറിലെ അന്വേഷണം. ഇപ്പോൾ പോലീസ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു ചെന്നൈയിൽ നിന്ന് സഹോദരൻ താമസിക്കുന്ന സ്ഥലമായ ബാംഗ്ലൂരോ ഗുവാഹട്ടിയിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോലീസ് പറയുന്ന മറ്റൊരു കാര്യം കൂടി ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. അതായത് പ്ലാൻഡ് ആയിരുന്നു ആ കുട്ടിക്ക് ഈ യാത്രയെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. മുൻധാരണ പ്രകാരമാണ് കുട്ടി പോയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരിയിൽ വെച്ച
ഈ ട്രെയിനിലെ ശുചീകരണ തൊഴിലാളികൾ അവർ കാണാതെ അല്ലെങ്കിൽ അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ട്രെയിനിലേക്ക് കയറാനുള്ള ശ്രമം ആ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏതായാലും ചെന്നൈയിൽ കുട്ടിയെന്ന് എത്തിയെന്ന് സ്ഥിരീകരിക്കുമ്പോൾ അതിൽ പോലീസിനെ സംബന്ധിച്ച RPF ഒരു 1.5 മണിക്കൂറായി ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതിൽ CCTV ദൃശ്യങ്ങൾ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാകാം, ചില ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം സ്ഥിരീകരണം, നമുക്കിപ്പോഴും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അങ്ങനെ എത്തി എന്നുള്ള സ്ഥിരീകരണം കേരള പോലീസിന് ലഭിച്ചെങ്കിൽ കേരള പോലീസിന്റെ അടുത്ത ആക്ഷൻ ചെന്നൈയിലേക്കായിരിക്കും. ചെന്നൈയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുക, മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള സാധ്യത അന്വേഷിച്ചുള്ള പരിശോധന അതായിരിക്കും നടത്തേണ്ടതല്ല. ചെന്നൈയിൽ തന്നെ കുട്ടിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും പോലീസ് വളരെ വ്യാപകമായിട്ടൊരു തെരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തും, വിശദമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നിർണായകമായ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടി ചെന്നൈയിൽ എത്തി എന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. കേരള പോലീസ് സ്ഥിരീകരിക്കുന്നു. കഴക്കൂട്ടം ACP നിയാസ് തന്നെ ഇക്കാര്യം അറിയിച്ചതായി ഹരികൃഷ്ണൻ അവിടെ നിന്ന് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ കേരള പോലീസ് സംഘം ചെന്നൈയിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ചെന്നൈയിലെത്തിയ ട്രെയിനിലാണ് കുട്ടി എത്തിയത് എന്നതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അതിൽ നിർണായകമായത് 2 CCTV ദൃശ്യങ്ങളാണ്. നേരത്തെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച അതേ ദൃശ്യങ്ങൾ. അതിൽ ഒന്ന് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യമാണ്. പെൺകുട്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളം ശേഖരിച്ച് അതേ ട്രെയിനിലേക്ക് തിരിച്ചു കയറുന്ന ഒരു ദൃശ്യം. അതിന് തൊട്ടു പിന്നാലെ പുറത്തു വന്ന ദൃശ്യമെന്ന് പറയുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യമാണ്. കുട്ടി ഏത് ട്രെയിനിലാണോ വന്നിറങ്ങിയത് അതേ ട്രെയിനിൽ തന്നെ തിരികെ കയറുന്ന ദൃശ്യം. ആ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ട്രെയിനാണ്. കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ആ ട്രെയിനിൽ പെൺകുട്ടി അങ്ങനെ കയറിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ കുട്ടി ഇപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ഇതിനോടകം. കാരണം ഇന്ന് രാവിലെ 6:45 ആ ട്രെയിൻ എത്തിയിട്ടുണ്ട് ചെന്നൈയിൽ. അങ്ങനെയെങ്കിൽ പെൺകുട്ടി രാവിലെ തന്നെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി എവിടെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിലൊന്ന് ബംഗളൂരുവാണ്, മറ്റൊന്ന് ഗുവാഹത്തിയാണ്. കുട്ടിയുടെ സ്വദേശം എന്ന് പറയുന്നത് അസമാണ്. കുട്ടിയുടെ സഹോദരൻ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ബംഗളൂരുവാണ്. പക്ഷേ ആ സഹോദരൻ ജോലി ചെയ്യുന്നത് ബംഗളൂരുവിലാണ് എന്നത് കുട്ടിക്ക് അറിയാമായിരുന്നു എന്നതിൽ ഒരു വ്യക്തതയില്ല. ചെന്നൈയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്നിങ്ങനെയായിരുന്നു അവർക്കുണ്ടായിരുന്ന വിവരം എന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ പോലീസ് അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുമായിരിക്കും. പക്ഷേ ഇപ്പോൾ കുട്ടി ചെന്നൈയിലെത്തി എന്നുള്ള കാര്യം കഴക്കൂട്ടം ACP തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് ഹരികൃഷ്ണൻ അവിടെ നിന്ന് അറിയിക്കുന്നത്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം ചെന്നൈയിലേക്ക് എത്തുന്നു. ഇന്ന് രാവിലെ തന്നെ കുട്ടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് എവിടേക്ക് തിരിച്ചു കുട്ടി, അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പോൾ കുട്ടി ഉള്ളത്, ഇനി അതുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കേണ്ടത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, അപ്പോൾ ഈ ചെന്നൈയിലെത്തി കുട്ടിയെന്ന് പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിക്കുമ്പോൾ അതിനുശേഷമുള്ള സാധ്യതകൾ, കാരണം ഇന്ന് രാവിലെ ഒരു 6:30 എത്തിയതാണല്ലോ കുട്ടി ചെന്നൈയിൽ, എന്തൊക്കെയാണ് പോലീസ് കണക്കൂട്ടുന്ന സാധ്യതകൾ ഷഫീദ്? ഉന്മേഷ, പ്രധാനമായും നമുക്ക് ഈ ചെന്നൈയിൽ കുട്ടി എത്തിയെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പോലീസ് നടത്തുമ്പോൾ ഇനി സാധ്യതകൾ പലതാണ്. അതിലൊന്നാമത്തെ കാര്യം ഈ കുട്ടിയുടെ സഹോദരനുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടി പോകാനുള്ള സാധ്യത, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു, അതല്ലെങ്കിൽ മൂന്നാമതൊരു സാധ്യത ചെന്നൈയിൽ തന്നെ കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. ഈ 3 സാധ്യതകളും കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പോലീസിന്റെ പരിശോധന. അതായത് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഗുവാഹട്ടി, ഈ 2 സാധ്യതകൾ പോലീസ് കാണുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് പുറപ്പെട്ട ട്രെയിനുകളുടെ വിവരങ്ങൾ എടുക്കണം. ആ ട്രെയിനുകളിൽ കുട്ടി കയറിയിട്ടുണ്ടോ എന്നുള്ള CCTV ദൃശ്യമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. അങ്ങനെ വലിയ രീതിയിൽ ഒരു എഫേർട്ട് പോലീസിന് മുൻപാകെ ഉണ്ട്. വലിയൊരു ടാസ്ക് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കന്യാകുമാരിയിൽ മാത്രം പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാൻ എടുത്ത സമയം ഒരു ദിവസമാണ്. അപ്പോൾ ചെന്നൈ പോലൊരു വലിയ റെയിൽവേ സ്റ്റേഷനിൽ അതിനപ്പുറം സമയമെടുക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും പോലീസ് അവിടെ എത്തി. കേരള പോലീസ് ഇപ്പോൾ എത്തിയ സ്ഥിതി നമ്മൾ വൈകിട്ട് 3:30 മുതൽ പറയുകയായിരുന്നു. ഈ RPF ഉദ്യോഗസ്ഥരോട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സംസാരിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടുണ്ട്. കുട്ടി അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പിക്കുകയായിരുന്നു. ആദ്യ ക്ലൂ കിട്ടിയപ്പോൾ മുതൽ പോലീസ് ലക്ഷ്യം വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ ആ ക്ലൂ ഉറപ്പിക്കുന്നു. ചെന്നൈയിൽ കുട്ടി എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിൽ എത്തിയ പോലീസ് സംഘം അവർ ഇവിടെ നിന്ന് പിന്മാറിയിട്ടില്ല. ഒരു പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കടന്നുപോയിട്ടുള്ള സ്ഥലങ്ങളിൽ ആ കുട്ടി അവിടെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു പക്ഷേ ഒരു അവസാനഘട്ട പരിശോധന നിലയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ, ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ക്രോസ് ചെക്കുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ഏതായാലും കേരള പോലീസിന്റെ കൂടുതൽ അന്വേഷണം നടക്കുക ചെന്നൈയിലായിരിക്കും. ചെന്നൈയിൽ എത്തിയെന്നുള്ള സ്ഥിരീകരണം അത് ഔദ്യോഗികമായി തന്നെ കഴക്കൂട്ടം ACP P. നിയാസ് നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
ആ സംഘം പോകുന്നത് ചെന്നൈ കേന്ദ്രീകരിച്ച അന്വേഷണത്തിനായിരിക്കും. അവിടെ നിന്ന് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഗുവാഹട്ടി. ഈ പെൺകുട്ടിയുടെ സഹോദരൻ ഇന്ന് രാവിലെയും പറഞ്ഞത് തന്നെ വിളിച്ചിരുന്നില്ല, താനുമായി കോൺടാക്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ പെൺകുട്ടി പ്ലാൻഡ് ആണ് എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇങ്ങനെ ഒരു സംശയം വെക്കുന്നത്. ഈ സഹോദരന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ശ്രമമായിരിക്കാം പെൺകുട്ടി നടത്തിയത് എന്നുള്ള ഒരു നിഗമനം പോലീസ് നടത്തുന്നത്. അപ്പോൾ ആ രണ്ട് സാധ്യതകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതല്ലെങ്കിൽ ചെന്നൈയിലെ റെയിൽവേ സ്റ്റേഷനുകൾ, ചെന്നൈയിലെ മറ്റു സ്ഥലങ്ങൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടിയുടെ മൂവ്മെന്റ് നടത്തും. ഈ കന്യാകുമാരിയിൽ നിന്നുള്ള ചെന്നൈ, അതാണ് ഇപ്പോൾ പോലീസിന്റെ കണക്കുകൂട്ടൽ. ആ നിലയ്ക്ക് അന്വേഷണം പുരോഗമിക്കുന്നു. അപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരി ചെന്നൈയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് സംഘം അവിടേക്ക് പോയിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ കൂടി ചേർന്നു. വിജയകുമാർ, നമ്മുടെ ഒട്ടേറെ പ്രേക്ഷകരടക്കം കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടി എങ്ങനെ അവിടെ വരെ എത്തി, കാരണം ഈ TTR ഒന്നും ഇല്ലേ ട്രെയിനിൽ, മറ്റൊന്ന് 40 രൂപയല്ലേ കുട്ടിയുടെ കയ്യിലുള്ളൂ, എങ്ങനെ എത്തി, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുണ്ടല്ലോ വിജയകുമാർ. ഇപ്പോൾ ഈ ചെന്നൈയിൽ കുട്ടി എത്തി എന്ന് പറയുമ്പോൾ ഉന്മേഷ്, രാവിലെ 6:33 ഈ ട്രെയിൻ ചെന്നൈ എഗ്മോറിൽ എത്തിയിട്ടുണ്ട്. അവിടെ ആ കുട്ടി എത്തി എന്നതിന് CCTV ഫുട്ടേജും പുറത്തു വന്നു കഴിഞ്ഞു. അതിനുശേഷം എന്തു സംഭവിച്ചു എന്നതിലാണ് ഇനിയൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. രണ്ട് സാധ്യതയാണുള്ളത്. ആ കുട്ടി അതിൻ്റെ നാടായ അസമിലേക്ക്, ഗുവാഹട്ടിയിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. സഹോദരനുള്ള ബംഗളൂരുവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് സാധ്യതയാണ് ഉള്ളത്. ഇതിൽ സഹോദരൻ പറയുന്നത് ഈ കുട്ടിയുമായി ഈ ദിവസങ്ങളിലൊന്നും ഫോണിൽ സംസാരിച്ചില്ല, അയാൾ എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും കുട്ടിക്ക് അറിയില്ല എന്ന് സഹോദരൻ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു. പിന്നീടുള്ളത് ഇതിൻ്റെ നാടായ ഗുവാഹട്ടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ഈ കുട്ടി എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ചെന്നൈയിൽ നിന്നൊരു ട്രെയിൻ ഗുവാഹട്ടിയിലേക്ക് പോയിട്ടുള്ളത്. അത് അത് വെള്ളിയാഴ്ച ഗുവാഹട്ടിയിൽ എത്തേണ്ടതാണ്. പക്ഷേ ആ ട്രെയിനിൽ ഈ കുട്ടിക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നീട് മറ്റൊരു ട്രെയിൻ ഉള്ളത് അരോണി എക്സ്പ്രസ് ആണ്. അത് പക്ഷേ ഈ എഗ്മോർ എന്ന് പറയുന്ന ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ നിന്നല്ല പുറപ്പെടുന്നത്, അത് പെരുമ്പൂരിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതിൽ ഈ കുട്ടി കയറാനുള്ള സാധ്യതയും ഇപ്പോഴത്തെ നിലയിൽ കാണുന്നില്ല. പക്ഷേ ആ ട്രെയിന് 9:15 ആ സ്റ്റേഷനിൽ നിന്ന് പോകുന്നത്. ഈ എഗ്മോറിൽ ഇറങ്ങിയ കുട്ടി ഈ സ്റ്റേഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അവിടെ ചെന്നൈ എഗ്മോറിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അരോണി എക്സ്പ്രസ് പുറപ്പെടുന്ന സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിൽ ഈ കുട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ആന്ധ്ര, തെലങ്കാന മേഖല, ഇപ്പോൾ വിജയവാഡയൊക്കെ കഴിഞ്ഞ് ആ ട്രെയിൻ പോകുന്നു എന്നാണ് ഈ റെയിൽവേ സ്റ്റാറ്റസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അത് ഗുവാഹട്ടി ലക്ഷ്യമാക്കി ആ കുട്ടി യാത്ര തിരിച്ചു അല്ലെങ്കിൽ യാത്ര പോകുന്നു എന്ന് വേണം കരുതാൻ. നമ്മൾ ഈ കുട്ടിയുടെ യാത്ര ഇതുവരെ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നില്ല, തുടർച്ചയായി യാത്ര ചെയ്യുന്നു എന്നതാണ് കാണുന്നത്. അത്ഭുതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 13 വയസ്സുള്ള കുട്ടിയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ അറിവിൽ അതിന് ഈ സ്ഥലം ലോകപരിചയം തീരെ കുറവാണ്. അത് തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ തന്നെ വന്നിട്ട് 20 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. കുട്ടി അസമിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു, അങ്ങനെ ഒരു യാത്രാ പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു കുട്ടി ഇത്തരം ഒരു പ്ലാൻഡായ ഒരു യാത്ര നടത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങൾ ഉയരില്ലേ വിജയകുമാർ? ഉറപ്പായും ഉന്മേഷ സംശയം ഉയരുന്നു. പക്ഷേ അത് വസ്തുതയാണ്. അത് ഏതാണ്ട് പ്ലാൻഡായ യാത്രയാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംശയം ബലപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ആ കുട്ടി കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ വരെ എത്തിയെന്നത് ഇപ്പോൾ ഉറപ്പാണ്. അതിൽ തർക്കമില്ല. കാരണം ഈ സ്റ്റേഷനുകളിൽ നിന്നെല്ലാം ആ കുട്ടിയുടെ CCTV ഫുട്ടേജ് ലഭിച്ചിട്ടുണ്ട്. അത് പലതും പുറത്തു വന്നിട്ടുമുണ്ട്. ചെന്നൈയിൽ രാവിലെ 6:33 എത്തിയ ശേഷമുള്ള CCTV ദൃശ്യങ്ങളും അതും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് എങ്ങോട്ടേക്ക്? അപ്പോൾ അതാണ് പറയുന്നത്, വെറുതെ ചെന്നൈയിലേക്ക് പോയതല്ല. ആ കുട്ടിക്ക് 13 വയസ്സുള്ള കുട്ടിക്ക് ഒരു യാത്രാ ലക്ഷ്യമുണ്ട്. അത് വെറുതെ അങ്ങനെ പോവുകയല്ല. വീട്ടിൽ പിണങ്ങി പോകുന്നു എന്ന് പറയുമ്പോഴും അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അതിൻ്റെ നാടായ ഗുവാഹട്ടി ആവാനുള്ള സാധ്യത അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അത് തന്നെയാണ് ചെന്നൈയിലേക്ക് പോകാനുള്ള കാരണം എന്ന് വേണമെങ്കിൽ കരുതാം. ഇനിയിപ്പോൾ ആ കുട്ടിക്ക് ആ ട്രെയിൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തുടരുന്നുണ്ടോ എന്നറിയില്ല. കേരള പോലീസ് അങ്ങോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിജയകുമാർ, ഈ ഷഫീദ് ഇപ്പോൾ ഒരു വിവരം അറിയിക്കുന്ന വിജയവാഡയിൽ അന്വേഷണം, അതിനുള്ള നീക്കമുണ്ട്, ആന്ധ്ര പോലീസിനോട് സഹായം തേടി എന്നുള്ളത്. അപ്പോൾ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് പോലീസ് എന്നല്ലേ? അത് വിജയവാഡ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉന്മേഷ്, വിജയവാഡ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രെയിൻ ആ ട്രെയിൻ അവിടെ വിജയവാഡ വഴി ഇപ്പോൾ ഓടുന്നുണ്ട്. വിജയവാഡ ആയിരിക്കാം ഒരു പക്ഷേ ഏറ്റവും ഒടുവിലെത്തിയ സ്റ്റേഷനെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ RPFന്റെ സഹായം ഇപ്പോൾ ഇതിൽ ആ ട്രെയിനിൽ ഉണ്ടെങ്കിൽ RPFന്റെ സഹായത്തോടെ കുട്ടിയെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ വിജയവാഡ ഭാഗത്തുകൂടിയാണ് ആ ട്രെയിൻ ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മേഖലയിൽ ഉള്ള പരിശോധന പ്രധാനപ്പെട്ടതാണ്. ആ ട്രെയിൻ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അരോണ എക്സ്പ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റെയിൽവേയുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അരോണ എക്സ്പ്രസ് ആണ് കാണുന്നത്. അരോണ എക്സ്പ്രസ്സിൽ ആ കുട്ടിക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വിജയവാഡ ഭാഗത്തുകൂടിയാണ് ഓടുന്നത്. അത് രാവിലെ ഏതാണ്ട് 9:15
ആ ട്രെയിൻ പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് വേറൊരു സ്റ്റേഷനാണ്, ചെന്നൈ എഗ്മോർ അല്ല അത്, പക്ഷേ ചെന്നൈക്ക് അടുത്ത് തന്നെയുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് അത്. 9:15 ആ ട്രെയിൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അത് മറ്റന്നാളാണ് അവിടെ എത്തേണ്ടത്, ഗുവാഹട്ടിയിൽ എത്തേണ്ടത് മറ്റന്നാളാണ്. 4:58 മറ്റന്നാൾ വെളുപ്പിന് 4:58 ഗുവാഹട്ടിയിൽ എത്തേണ്ടതാണ് ആ ട്രെയിൻ. അരോണ എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേര്. അതിപ്പോൾ നിലവിൽ അത് ഈ പറയുന്ന വിജയവാഡ മേഖലയിലൂടെയാണ് ഓടുന്നത്. പക്ഷേ നമുക്ക് ഉറപ്പില്ല ആ ട്രെയിനിൽ ആ കുട്ടി കയറിയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം എഗ്മോറിലല്ല ആ ട്രെയിൻ എടുത്തിരിക്കുന്ന, മറ്റൊരു സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ അത് എഗ്മോർ വഴി പോയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ എഗ്മോറിൽ നിന്ന് മറ്റേ സ്റ്റേഷനിലേക്ക് ആ കുട്ടിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചെന്നൈ എഗ്മോറിൽ നിന്നുള്ള CCTV ഫുട്ടേജുകൾ വളരെ വിലപ്പെട്ട തെളിവായി നമ്മൾക്ക് മുന്നിൽ ഉണ്ടാകും, അത് അവശേഷിക്കുകയും ചെയ്യും. പക്ഷേ ഇതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കേരള പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞാലേ ഒരുപക്ഷെ അതിൽ കുറെ കൂടി ക്ലാരിറ്റി വരൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തമിഴ്നാട് പോലീസിൻ്റെ വലിയ സഹായം കിട്ടേണ്ടതുണ്ട്. അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. തമിഴ്നാട് പോലീസിൻ്റെയും റെയിൽവേ RPF-ൻ്റെയും ഒക്കെ സഹായം കിട്ടാൻ നിലവിൽ പ്രയാസമുണ്ടാകില്ല. എന്തായാലും അതൊരു ദുരൂഹമായ യാത്രയാണെന്ന് ഉറപ്പായും പറയണം.